ഇത് ഹോങ്കോങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഹോങ്കോങ്ങിലെ ഞായറാഴ്ചകളിലുള്ള ഏഷ്യയിലെ പെരിയ റേസ് കോഴ്സ് ഹോങ്കോങ്. അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ എസ്കുലേറ്ററിലൂടെയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. கூட ஒரு லக்கேஜ் மஸ்ட், ஒரு பேக் இல்லை சூட் கேஸோ ஏதோ ஒன்றும் இருக்கணும். വെറും പാസഞ്ചറുക്കാக പോകാൻ முடியாது. പറഞ്ഞ ഈ ജോലി ലീവുള്ള ആൾക്കാർ ഇതേപോലത്തെ സ്ഥലത്ത് വന്നിട്ട് ക്യാമ്പ് ചെയ്യും കേട്ടോ. 140 വർഷം ആയി ഈ ക്ലബ്ബ് വന്നിട്ട്. റെഡ് കാർഡ് കൊടുക്കാൻ അമ്പയറെ കൊടുക്ക് റെഡ് കാർഡ് കൊടുക്കുവാന്. ഇത് ഹോങ്കോങ്ങിൻ്റെ ടീമും ഇന്ത്യൻ്റെ ടീമും ആയിട്ടുള്ള ഇവിടുത്തെ ഒരു ലോക്കലായിട്ടുള്ള മത്സരം കേട്ടോ. അപ്പോൾ ഈ ജോലിയിൽ വരുന്ന ആൾക്കാർ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ വന്നിട്ടാണ് വാങ്ങുക. துபாயிலே நடக்காது. துபாயிலேயும் அந்த அளவுக்கு ஃபண்டிங்கோ சரி, இன்டர்நேஷனல் குதிரையும் சரி அவ்வளோவா வராது. തട്ടിയില്ല എന്നുള്ള രീതിയിലാണ് ഇത് ചില സമയത്ത് പോകുന്നത്. அதுக்கப்புறம் இது ஸ்டார் ஹோட்டல். அப்படியா? ஹோட்டல்ல உட்காந்துட்டு ஃபுட் சாப்பிட்டுக்கிட்டே ரேஸ் பார்க்கலாம். അപ്പോൾ ഇതിന്റെ സ്റ്റേഡിയത്തിനോടനുബന്ധിച്ചിട്ടുള്ള വ്യൂ കണ്ടങ്ങൾ. த்ரெட்மில் இருக்கு குதிரைக்கு. காலையில அதுல குதிரையை போட்டா த்ரெட்மில் சுத்திட்டே இருக்கும், குதிரை சுத்திட்டே இருக்கும். ഹായ്, നമസ്കാരം. ഇന്ന് നമ്മൾ കാണുന്നത് ഹോങ്കോങ്ങിലെ ഞായറാഴ്ചകളുടെ പ്രത്യേകതകൾ, അതേപോലെ ഒരു വലിയ എസ്കുലേറ്ററിൻ്റെ ഒരു സംഗതിയുണ്ട്. അങ്ങനെ കുറച്ച് പ്രത്യേകതകളായിട്ട് ഹോഴ്സ് റൈഡിങ്ങിൻ്റെ അങ്ങനത്തെ കുറച്ച് പ്രത്യേകതകൾ കൂടെ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വരുന്നത്. അപ്പോൾ നമ്മളെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പം ഒരു ടൂർ ഗ്രൂപ്പാട്ടോ. അവർ കാണാൻ വന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ എസ്കുലേറ്ററിനെ പറ്റിയിട്ട് കാണാൻ വരും കേട്ടോ. ഇത് സിറ്റീൻ്റെ അകത്ത് പബ്ലിക്കിന് ഉപയോഗിക്കാനുള്ള ഒരു എസ്കുലേറ്ററാണ്. പക്ഷേ അത് ടൂറിസ്റ്റ് ഒരു ഡെസ്റ്റിനേഷൻ കൂടിയാണ്. ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അതിൻ്റെ മുകളിൽ കയറും. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഈ മുതൽ ഇവിടെ മുതൽ നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റ്. കിലോമീറ്റർ കണക്കിനാണ് ഈ എസ്കുലേറ്റർ ഉള്ളത് കേട്ടോ, കിലോമീറ്റർ കണക്കിന്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്പീഡിൽ നടന്നു പോകാം. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിൽക്കുന്ന ആൾക്കാർ റൈറ്റ് സൈഡ് പറ്റി നിൽക്കും. അപ്പോൾ അടുത്ത സൈഡിൽ കൂടി പോകുന്ന ആൾക്കാർക്ക് സ്പീഡിൽ കയറി പോകട്ടോ. ഇത് ഇവിടുത്തെ ഒരു എസ്കുലേറ്ററിൻ്റെ ഒരു സിസ്റ്റമാണ്. അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ എസ്കുലേറ്ററിലൂടെയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എസ്കുലേറ്ററാണ്. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. മേലേക്ക് ഇങ്ങനെ പൊന്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അങ്ങനെ കയറി പോകുന്നത് നിങ്ങൾക്ക് ലെങ്ത്ത് കാണാനാട്ടോ. എവിടെയോ കിടക്കുകയാണ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മലൻ്റെ മുകളിൽ വരെ പോകും. അപ്പോൾ ഇത് താഴത്ത് നമ്മൾ സെൻട്രലിലെ താഴത്ത് തുടങ്ങിയാൽ മലൻ്റെ മേലെ വരെ പോകുന്നത് കേട്ടോ. ഇത്രയും ലെങ്ത്തിലാണ് ഇത് പോകുന്നത്. പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ കിലോമീറ്റർ കണക്കിനാണ് കേട്ടോ അതിൻ്റെ വ്യൂ ഉള്ളത്, കിലോമീറ്റർ കണക്കിന്. ഹോങ്കോങ്ങിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ടാക്സി അങ്ങനത്തെ ലഗേജ് ആയിട്ട് പോവുക, എയർപോർട്ട് പോവുക, എന്താവശ്യത്തിനും നിങ്ങൾ ടാക്സി വിളിക്കാതെ ഈ ഗോഗോവേൻ എന്ന് പറഞ്ഞ സർവീസ് ഉണ്ട് കേട്ടോ. ഈ സർവീസ് വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ റേറ്റ് വ്യത്യാസമാണ് നമ്മൾ വേറെ ആയിട്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പാലം കൂടിയല്ല. ഹോങ്കോങ്ങിൽ എല്ലാം എക്സ്പെൻസീവാണ്. പക്ഷേ ഇത് വളരെ കുറഞ്ഞ ഒരു ചിലവ് മാത്രമല്ല കേട്ടോ. ജിഗ്നേഷ് ഇതേപ്പറ്റി കൊഞ്ചം ചൊല്ലുങ്ങടാ. கோகோ வேன் லோக்கல் டிரான்ஸ்போர்ட்டுக்காக யூஸ் பண்ணலாம். கூட ஒரு லக்கேஜ் மஸ்ட், ஒரு பேக் இல்லை ஒரு சூட் கேஸோ ஏதோ ஒன்றும் இருக்கணும். வெறும் பேசஞ்சருக்காக போக முடியாது. கூட ஒரு லக்கேஜ் கார்கோ வண்டி மாதிரி தான் இதுக்கு ஆப்ஷன். கார்கோ வண்டி மாதிரி தான் இதுக்கு ஆப்ஷன். ஆனால் இருக்கிறதுலே ரொம்ப சீப்பு. இது கோகோ வேன்ட்டு ஒரு ஆப் இருக்குது. அந்த ஆப்பை டவுன்லோட் பண்ணிவிட்டு அது வழியாக நம்ம இதை புக் பண்ணிக்கலாம். அப்புறம் லோக்கலில் கூட்ஸ் எடுத்துகிட்டு வரணும். நம்ம ஒரு பேக்கேஜ் எடுத்துகிட்டு போனோம்னா டாக்ஸியில் போனோம்னா ரொம்ப ஜாஸ்தி, 2 மடங்கு 3 மடங்கு ஜாஸ்தி. ഇതിൽ പോന്നാൽ ரொம்ப കമ്മി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഹോങ്കോങ്ങിൽ വരും കേട്ടോ. ഇതൊന്ന് ഓർമ്മ വെച്ചോളൂ. ഇത് ഹോങ്കോങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഹോങ്കോങ്ങിലെ ഞായറാഴ്ചകളിലുള്ള ഒരു കാര്യമാണ്. ഞാൻ സെൻട്രൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ അറിയേണ്ടത്, നമ്മളെ മിഠായിത്തെരുവിൽ ഞായറാഴ്ച രാവിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്നില്ല, ചിലർ സെലക്ട് ചെയ്ത് പോകുന്നില്ലേ, അതേപോലത്തെ ഒരു വിഷയമാണ് കേട്ടോ. എല്ലാവരും കാണുക കേട്ടോ. ഞാൻ പറഞ്ഞ ഈ ജോലി ലീവുള്ള ആൾക്കാർ ഇതേപോലത്തെ സ്ഥലത്ത് വന്നിട്ട് ക്യാമ്പ് ചെയ്യും കേട്ടോ. ഇവിടെ ഓരോ സാധനങ്ങൾ ഇതേപോലത്തെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ ഇവിടെ വിൽക്കാനുണ്ടാവും.
പല സ്ഥലത്തു നിന്നും പല ആൾക്കാർ കളക്ട് ചെയ്ത് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ചെറിയ വിലക്ക് വിൽക്കും. അപ്പോൾ ഈ വരുന്ന ജോലിയിൽ വരുന്ന ആൾക്കാർ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ വന്നിട്ടാണ് വാങ്ങുക. ഇത് നിങ്ങൾക്ക് ഓരോന്നും വില ചെക്ക് ചെയ്ത് അറിയാം. വലിയ ബ്രാൻഡ് സാധനമൊക്കെ ആൾക്കാർ ഒഴിവാക്കിയാൽ വലിയ കേടൊന്നും വരാത്ത സാധനമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റാണിത്. ഈ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഇവർ സാധനങ്ങൾ കൊണ്ടുവന്ന് അവർ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതൊക്കെ ഹോങ്കോങ്ങിൽ വേറൊരു പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ വലിയ ആൾക്കാരെ ഫ്ലാറ്റുകളിലൊക്കെ വലിയ കമ്മ്യൂണിറ്റിയിൽ ഇതൊക്കെ ഒഴിവാക്കിയിടും. അപ്പോൾ അവിടെ പോയിട്ട് ഇവരിത് കളക്ട് ചെയ്ത് വെക്കും. ഒരാഴ്ചത്തേക്ക് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇവരെന്താക്കും, ഈ സാധനത്തിനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് സൺഡേ മാർക്കറ്റായിട്ട് ഇവിടെ വിൽക്കും. ഇത് വാങ്ങാനുള്ള ആൾക്കാരാണ് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാണ് ഇവിടുത്തെ മറ്റൊരു മാർക്കറ്റ്. ഇതിൽ ഇന്തോനേഷ്യക്കാർ, ഫിലിപ്പൈനുകൾ ഏറ്റവും കൂടുതൽ ഇത് വാങ്ങുന്ന ആൾക്കാർ കേട്ടോ. അവർക്ക് പറ്റിയ ഡ്രസ്സായിരിക്കും അധികവും. കാരണം ഈ ഹോങ്കോങ്, ചൈനയിലുള്ള ആൾക്കാരൊക്കെ അധികവും ഉപയോഗിക്കുന്നത് അവർക്ക് മാച്ചായിട്ടുള്ള, അവർക്ക് ഫാഷൻ അനുസരിച്ചുള്ള ഡ്രസ്സായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കസ്റ്റമർ ഏറ്റവും കൂടുതൽ ഈ ആൾക്കാർ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഇവർ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവും, ആ കൂടുതൽ പർച്ചേസ് ചെയ്യും. അങ്ങനെ വൈകുന്നേരം ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഫ്രണ്ട്ഷിപ്പ്, ഇവർക്ക് ലവേഴ്സ് മീറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറേ സംഗതികൾ ഞായറാഴ്ച ഗവൺമെൻറ് അലോ ചെയ്ത ഒരു സിസ്റ്റം കേട്ടോ. ഈ ഏരിയയിൽ ഇത്രയും ജനങ്ങൾ ഇതാ കണ്ടോളി. ഒരുപാട് സാധനങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇതൊക്കെ ബ്രാൻഡുകളായിരിക്കും, പക്ഷേ ഇതിനൊക്കെ ചെറിയ വിലയായിരിക്കും. അപ്പോൾ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് അവർക്ക് അവരുടേതായ ബ്രാൻഡോ എന്തെങ്കിലും ഉപയോഗിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ ഇവിടെ വന്നിട്ടാണ് ഇവർ പർച്ചേസ് ചെയ്യുക. ഇവിടെ വന്ന് റെസ്റ്റ് എടുത്ത് ഭക്ഷണം കഴിച്ച് ഗ്രൂപ്പായിട്ട് ഭക്ഷണം കഴിച്ച് പല സംഗതികളും. ഹോങ്കോങ് സെൻട്രലിലെ HSBC ബിൽഡിംഗ് ആണ് കേട്ടോ ഇത്. HSBC, ഈ HSBC എന്ന് പറഞ്ഞാൽ ഹോങ്കോങ്ങിലെ നാഷണൽ ബാങ്കാണ്. അപ്പോൾ അവരെ ബിൽഡിങ്ങിൻ്റെ അടിയിലാണ് ഇവർക്ക് ഞായറാഴ്ച ഇതിനുള്ള പെർമിഷൻ കൊടുത്തത് കേട്ടോ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, കാണാം, അവിടെയൊക്കെ കണ്ടങ്ങൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഇവർക്ക് ഈ ഞായറാഴ്ചകളിൽ വന്നിട്ട് സ്പെൻഡ് ചെയ്യാനും ഭക്ഷണം കഴിക്കാനും ഗാർഡനിലിരിക്കാനും അങ്ങനെ എല്ലാത്തിനും ഫ്രീഡം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവർ പോലീസോ നിയമങ്ങളോ ഒന്നും ഇവരെ പ്രോബ്ലം ആക്കില്ല. ഈ ഞായറാഴ്ച ദിവസം മാത്രം കേട്ടോ, വേറെയുള്ള ദിവസത്തിന് അനുമതിയില്ല. നമ്മളെ ട്രാമെന്നാണ് കേട്ടോ. എന്താല്ലേ പെയിൻറ്റിങ്, അടിപൊളി പരസ്യമാണ് കേട്ടോ ഡോറിൻ്റെ. നമ്മൾ ഹാപ്പി വാലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ട്രാമിൽ പോവാണ് കേട്ടോ. ഹാപ്പി വാലി, അത് അവിടെ നമ്മൾ ഹോഴ്സ് റേസിൻ്റെ കാര്യങ്ങളുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്, ഹാപ്പി വാലി. അപ്പോൾ ഇതിൽ കുറച്ച് തിരക്കാണ്. ഇവിടെ തിരക്കാണ്, ഇതിൻ്റെ ഡോർ അടഞ്ഞു. നമ്മൾ ട്രാമിൽ പോവാണ് കേട്ടോ. നമ്മൾ കുതിരാലയം ഹോഴ്സ് റൈഡിങ്ങിൻ്റെ സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഈ പാം ട്രെയിനിലാണ് കേട്ടോ അവിടേക്കുള്ളത്. അപ്പോൾ ഹാപ്പി വാലി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പാം ട്രെയിനിൽ നമ്മൾ പോവാണ്. നിങ്ങൾക്ക് പാം ട്രെയിനിൻ്റെ കാഴ്ചകൾ നല്ല ഭംഗിയായിട്ട് കാണിച്ചത്. ഇതിൽ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുകയും ചെയ്യും. ആ സമയത്ത് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം വാഹനങ്ങൾ വരുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ സമയത്ത് സിഗ്നൽ നോക്കിയിട്ട് അവരും ഇവരും നോക്കിയിട്ട് ക്രോസ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഈ കാണുന്നത് കണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റോപ്പാണ്. ഇതിൻ്റെ സ്റ്റോപ്പാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഇതേപോലെ ചെറിയൊരു സ്ഥലം സ്റ്റേ ചെയ്യാൻ മാത്രമാക്കിയിട്ട് ഇങ്ങനെ സ്റ്റോപ്പ്, സ്ഥലത്തിൻ്റെ പേര്, അതിനൊരു കോഡ് നമ്പർ ഒക്കെ ഉണ്ടാവും കേട്ടോ. ഈ ട്രാമിൻ്റെ ഒരു ഗ്യാപ്പ് കണ്ടെങ്കിൽ രണ്ടും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഇത്ര അടുത്തിട്ടാണ് ഈ ഗ്യാപ്പുകൾ കേട്ടോ. അത്ര അടുത്തിട്ടാണ് പോകും. പക്ഷേ ഇലക്ട്രിക്കും ട്രാക്കും ആയതുകൊണ്ട് അതിന് കുഴപ്പങ്ങളൊന്നുമില്ല, കറക്റ്റായിട്ട് പോകും. പിന്നെ ഓവർ സ്പീഡൊന്നുമല്ല, സിറ്റിൻ്റെ അകത്ത് കൂടെ ആയതുകൊണ്ട് ആ നോർമൽ സ്പീഡിലേക്ക് പോകുള്ളൂ. അതിൻ്റെ ട്രാം വരുമ്പോൾ തന്നെ അതിലൂടെ കാറൊക്കെ വരുന്നുണ്ടെങ്കിൽ തട്ടിയില്ല എന്നുള്ള രീതിയിലാണ് ഇത് ചില സമയത്ത് നമ്മൾ പോകുന്നത്. പക്ഷേ ട്രാക്ക് ആയതുകൊണ്ട് അതിനൊന്നും പറ്റുന്നില്ല. എത്ര ആൾക്കാരാണ് നിൽക്കുന്നതെന്ന് അറിയാം നിങ്ങൾ കയറാൻ. അത്ര അടിപൊളി സർവീസാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുമില്ല, ഭയങ്കര ഗുണമാണ്. നമ്മളെ ട്രാം ഇതാ നേരെ ഉള്ളിടത്തുനിന്ന് ഇപ്പോൾ നമ്മൾ വളയാണ് കേട്ടോ. നമ്മളെ ലൊക്കേഷനിലേക്ക് വളയാണ്, നേരെയും വളഞ്ഞു. നമ്മളെങ്ങനെ കാറും ഇതൊക്കെ പോകുന്നത് എങ്ങനെ, അങ്ങനെയൊക്കെ തന്നെ ഇത് പോകുന്നുണ്ട് ഓരോ ഭാഗത്തേക്ക്. ഇതിപ്പോൾ ഒരു വൺ വേ റൂട്ട് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ അങ്ങോട്ടേക്ക് പോകുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ തിരിഞ്ഞ് ഇനി വേറെ സ്ഥലത്ത് കൂടി ആയിരിക്കും ഇതിൻ്റെ റിട്ടേൺ. ഇതേപോലെ കുട്ടികൾക്കുള്ള സ്പോർട്സ് അടിപൊളിയായിട്ട് വരെ ചെയ്യട്ടോ ഗവൺമെൻറ്. ഇതിനു വേണ്ടി തന്നെ ഫുൾ ഫെസിലിറ്റിയാണ്.
ഒക്കെ സ്റ്റേഡിയങ്ങളാണ് ഇവിടെ, ഓരോരോ സ്പോർട്സിൻ്റെ കേട്ടോ. ഫുള്ള് സ്റ്റേഡിയമാണ്. അപ്പോൾ സ്പോർട്സിൻ്റെ ഏരിയ തന്നെയാണ് ഫുള്ള്. മൊത്തം ഹെഡാണ് ഇവിടുത്തെ. എല്ലാ സ്റ്റേഡിയങ്ങളിലും ഓരോന്ന് ഗ്രൗണ്ടുകൾ ഓരോ സ്പോർട്സിനുള്ള കേട്ടോ. അപ്പം നമ്മൾ ഹോഴ്സ് റൈഡ്സിലെ ഉള്ളിലേക്ക് കടക്കാനുള്ള പരിപാടിയിലാട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഗേറ്റ്. ഇവിടേക്ക് കണ്ടങ്ങൾ ഹോട്ട്സ്പോട്ട് ഈസ് ഹിയർ. വൈഫൈ HK ഫ്രീ ആയിട്ടുള്ളതാട്ടോ. ക്രിസൻ ഗാർഡൻ. അപ്പോൾ ഇവിടെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗാർഡനിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടേണ്ട എല്ലാ ഫെസിലിറ്റിയും എല്ലാ സർവീസും ഉണ്ടാവും. നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഇല്ല, കളിക്കാനില്ല. അത് ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടായിരിക്കും. ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ നടക്കുമെന്ന്. ഇതാണ് ഇവിടുത്തെ ഗ്രൗണ്ട്. കുട്ടികൾ ഈ ഫ്രീ ടൈമിനൊക്കെ ഇതുപോലത്തെ ഫെസിലിറ്റികൾ കൊടുക്കുമ്പോൾ കുട്ടികൾ നല്ല സ്പോർട്സിൽ നല്ല ഇൻട്രസ്റ്റഡ് ആയിരിക്കും. കാരണം ഇത് ഹാൻഡ് ബോൾ വെച്ച്, ഇനി അപ്പുറം ഫുട്ബോൾ ഉണ്ട്, അങ്ങനെ ഓരോ സ്പോർട്സും. ഇത് വലിയ ആൾക്കാർ ഇതാ ഫുട്ബോളുണ്ട് കേട്ടോ. ഇത് ഹോക്കിയാണ്, സോറി. ഇത് മൊത്തം സ്റ്റേഡിയംസ് എല്ലാമേ வந்து ரேஸ் கோர்ஸ்க்குள்ள இருக்கு. അതെ அது ஒரு ஸ்பெஷாலிட்டி. അതെ ரேஸ் கோர்ஸ்க்குள்ள எந்த இடமும் வேஸ்ட் ஆகல. അതെ റേസ് കോഴ്സ് ആ റൗണ്ട് എൻഡിൽ ഇങ്ങനെ യൂസ് ചെയ്യുമ്പം സെൻട്രൽ സൈഡിൽ ഇതേപോലത്തെ ഒരുപാട് കളികളുള്ള ഗ്രൗണ്ടാണ് കേട്ടോ. അത് ഹോഴ്സ് റേസിൻ്റെ റൈഡിങ്ങിൻ്റെ എൻഡിങ് പോയിന്റ് ആട്ടോ. അത് 1800 മീറ്ററിൽ വന്നിട്ട് അത് അവസാനിക്കും. ഇപ്പം നമ്മൾ ഇതിലൂടെയാണ് ട്രാക്ക് ഉള്ളത്. ഈ ട്രാക്കിലാണ് ഇത് നടക്കുക. അവിടെയാണ് അതിൻ്റെ ഹെഡ് സ്ഥലം. നമ്മൾ അവിടെ നിന്നിട്ടാണ് ഇതിനെ വീക്ഷിക്കുക. ആൾക്കാർ വ്യൂ ചെയ്യുക, കളി, ഇതിൻ്റെ മത്സരത്തിൻ്റെ ആൾക്കാർ ഇരിക്കുന്ന അതിൻ്റെ ഹബ്ബായിട്ടുള്ള സ്ഥലങ്ങൾ അപ്പുറമാണ്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത് നമ്മളെ ഊട്ടിയിലുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ അവിടെ ഈ സെറ്റപ്പ് അല്ല ഉള്ളത്. ദുബായിൽ പിന്നെ ഇതിനെക്കാട്ടി സെറ്റപ്പ് ആട്ടോ. അത് വേറെ, അത് ഫുള്ള് സ്ട്രെയിറ്റ് ആയിട്ട് ഒരുപാട് ഏരിയ ഉണ്ട്. അതെ, ഇത് സിന്തറ്റിക് ട്രാക്ക്. ഇതാണ് സിന്തറ്റിക് ട്രാക്ക്. ഈ സിന്തറ്റിക് ട്രാക്കിലൂടെയാണ് ഇവിടെ മത്സരത്തിൻ്റെ ഓട്ടങ്ങളും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ കാലിന് നമുക്ക് വേറെ എഫക്റ്റോ ഹാർഡായിട്ടുള്ള ഡാമേജസ് ഒന്നും വരില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ സിന്തറ്റിക് ട്രാക്ക്. അത് നമ്മളെ നാട്ടിലും ഉണ്ട്, ഇപ്പോൾ എല്ലാ സ്ഥലത്തും ചെയ്യുന്നുണ്ട്. ഈ കാണുന്നതാണ് സിറ്റിംഗ് ഏരിയ. കണ്ടില്ല നിങ്ങൾ? അതിൽ AC സെക്ഷന്, അല്ലാത്ത സെക്ഷന്, A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ്, അങ്ങനെ ക്ലാസ്സുകൾ തിരിച്ചിട്ട് പബ്ലിക് ആൾക്കാർ ടിക്കറ്റ് എടുത്ത് കയറുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അപ്പം ആ പുല്ലിലൂടെയുള്ള എത്ര ട്രാക്ക് ഉണ്ടാവും? 2-3 ട്രാക്കൊക്കെ വരായിരിക്കും അല്ലേ? 7 ട്രാക്ക്, 7 ലൈനായിട്ട് കുതിരകൾ പോകുന്ന ട്രാക്കാട്ടോ. ഇത് ഹോങ്കോങ്ങിൻ്റെ ടീമും ഇന്ത്യൻ്റെ ടീമും ആയിട്ടുള്ള ഇവിടുത്തെ ഒരു ലോക്കലായിട്ടുള്ള മത്സരം കേട്ടോ. അപ്പുറം കണ്ടില്ല നമ്മളെ ഇന്ത്യൻ്റെ ആൾക്കാർ, സിംഗുകളും ഇവരൊക്കെ. ഇത് ഹോങ്കോങ്ങിൻ്റെ ആൾക്കാരും. അപ്പോൾ 2 ടീമുകളായിട്ട് നാഷണലായിട്ടുള്ള ഒരു മത്സരം നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാർ കാര്യമായിട്ടുണ്ട് ഇതിൽ. ആ സൈഡിൽ ബ്ലൂ ടീഷർട്ടാണ് ഇന്ത്യക്കാർ കേട്ടോ. ഇത് ഹോങ്കോങ്ങിൻ്റെ ആൾക്കാർ. സിൻചാഷുയിന്നും ഫെറീൻ്റെ അവിടെ നിന്ന് നമ്മളെടുത്ത വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് ഈ ബിൽഡിംഗ് ഒക്കെ കേട്ടോ. നമ്മൾ ഏത് എടുക്കുമ്പോൾ ഈ ബിൽഡിംഗ് കാണും. ഈ ബിൽഡിങ്ങിൻ്റെ ആ സൈഡിൽ നിന്നാണ് നമ്മൾ അന്ന് എടുത്തത്. ഇന്നിപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡാണ് നമ്മളുള്ളത് കേട്ടോ. ആ ബിൽഡിംഗ് നമ്മൾ കണ്ടതിൻ്റെ ബാക്ക് സൈഡാണ് ഈ ഗ്രൗണ്ടും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ. ഇതോരോ ടീം പോലെ തന്നെ വളരെ പ്രൊഫഷണലായിട്ടാണ് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും. പ്രൊഫഷണൽ മൈൻഡ് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ അതിൻ്റെ ട്രെയിനിങ് കറക്റ്റായിട്ട് ചെയ്യാൻ. ഇതിൻ്റെ ഒരു വ്യൂ കണ്ടോളൂ കേട്ടോ നിങ്ങൾ. ഗ്രൗണ്ടിൻ്റെ അവിടുന്ന് എവിടെയൊക്കെയുള്ള ബിൽഡിങ്ങുകളാണെന്നറിയത്. നമ്മളിവിടെ തൊട്ടടുത്തൊന്നായിരിക്കുമല്ലോ ഈ ബിൽഡിങ്, എത്രയോ ദൂരങ്ങളിലായിരിക്കും. പക്ഷേ ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മളെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഇതിൻ്റെ ബാക്കിലൊരു മലയുണ്ട്. നമ്മൾ ഇന്നലെ പോയ മലൻ്റെ ഭാഗമാണ് കേട്ടോ, ഒരു സൈഡാണത്. ஜிக்னேஷ் சொல்லுங்க இதை பற்றி என்ன உங்களுக்கு தெரியுது கொஞ்சம் பேசுங்க இதை பற்றிட்டு. இங்கே நடக்கிறது ஏஷியாலேயே பெரிய ரேஸ் கோர்ஸ் ஹாங்காங். இங்கே நடக்கிற மாதிரி வேர்ல்டில் எங்கேயுமே நடக்காது. துபாயிலே நடக்காது. துபாயிலையும் வந்து அந்த அளவுக்கு வந்து ஃபண்டிங்கும் சரி, இன்டர்நேஷ்னல் குதிரையும் சரி அவ்வளோவா வராது. துபாயில் வந்து அவன் துபாய் ஷேக்ஸ் வந்து இப்போ அந்த கேமில் ரொம்ப இன்ட்ரெஸ்ட்டு. ஆனால் வேர்ல்டில் இருக்கிற எல்லா பெரிய ஜாக்கிங்களும் வந்து இங்கே ரேஸு நடத்துகிறாங்க. വീക്ക്ലി 3 ഡേയ്സ് റേസ് നടക്കും ഇങ്ങനെ എല്ലാ ആഴ്ചയിലും, എല്ലാ വീക്കിലും. പിന്നെ സ്പെഷ്യലായിട്ട് ഇന്റർനാഷണൽ ആയിട്ട് ഏതെങ്കിലും ഒരു കാലുണ്ടോ? അങ്ങനെ ഉണ്ടോ ഒരു സമയം? ഇന്റർനാഷണൽ റേസ് தான். വീക്കിലി 3 നാൾ നടക്കും. 3 നാൾ നടക്കും. அதே மாதிரி வந்து இந்த ரேஸ் கோர்ஸ்ல வந்து ஃப்ரீ என்ட்ரியும் இருக்கு, டிக்கெட் இருக்கிற என்ட்ரியும் இருக்கு. எல்லாமே இந்த ரேஸ் கோர்ஸ்ல இருக்கு. அதே மாதிரி வந்து பப்ளிக் உட்காரத்துக்கு ஃப்ரீக்கு உட்காரத்துக்கு இடம் இங்க இருக்கு. அதுக்கப்புறம் வந்து இது வந்து ஸ்டார் ஹோட்டல். அப்படியா? ஹோட்டல்ல உட்காந்துட்டு ஃபுட்டு சாப்பிட்டுக்கிட்டே
நம்ம ரேஸ் பார்க்கலாம். அந்த ஒரு ஃபெசிலிட்டி இருக்கு விஐபி ஆளுங்களுக்கு வந்து உட்கார்றதுக்கு. ஓகே. அப்புறம் வந்து இந்த அங்க ஒரு ரவுண்ட் பார்க்கலாம் பாருங்க. அതെ அந்த ரவுண்டில் தான் வந்து பிரைஸ் கிடைக்கிற இடம். குதிரைலாம் வந்து ஃப்ரண்ட்ல இருக்கும். வாங்க நம்ம குதிரை இருந்தா குதிரையும் பார்க்கலாம். த்ரெட்மில் இருக்கு குதிரைக்கு. காலையில அதுல குதிரையை போட்டா த்ரெட்மில் சுத்திட்டே இருக்கும், குதிரை சுத்திட்டே இருக்கும். அப்படியா? ஆமா. ஜாக்கிங்க வந்து காலையில 3 மணில இருந்து பயிற்சி ஸ்டார்ட் பண்ணுவாங்க. அப்படியா? ஆமா, 3 மணில இருந்து பயிற்சி ஸ்டார்ட் ஆகும். ஒரு 8 மணி 10 மணி வரைக்கும் குதிரை கண்டினியூஸா பிராக்டிஸ் நடக்கும் இங்க. ഓക്കെ. എവറിഡേ മോർണിംഗ്. ഓക്കെ. ഇത് നമ്മൾ ഇവിടേക്ക് വാഹനങ്ങൾ വരാനുള്ള കേട്ടോ. വാഹനങ്ങൾ ഈ ഗേറ്റിൽ എവിടെയാ ഒരു ഗേറ്റ് ആൾക്കാർക്ക് കിടക്കാനുള്ളതെന്നല്ലാണ്ട് വാഹനം കിടക്കുക, വാഹനം കടന്നു പോകുക, അങ്ങനെ ഗ്രൗണ്ടിൽ എവിടെയില്ല കേട്ടോ. മേലെ ഗ്രൗണ്ടും അണ്ടർഗ്രൗണ്ട് കൂടി ഇതേപോലെ വാഹനങ്ങൾ വരാനുള്ള സംവിധാനമൊക്കെ ഉള്ള ഒരു സ്റ്റേഡിയമാണ്. അപ്പോൾ നമ്മൾ മറ്റേത് നമ്മൾ കാണുന്ന നമ്മളെ സ്റ്റേഡിയത്തിലെ പോലെ അതിൻ്റെ സൈഡിൽ വരാൻ പറ്റാത്തയും ബ്ലോക്കാകുന്ന പ്രശ്നങ്ങൾ, അതുകൊണ്ട് ഗ്രൗണ്ട് നഷ്ടപ്പെടുന്ന പ്രശ്നങ്ങൾ അങ്ങനെ ഒന്നും ഇതിനില്ല. ഇതിപ്പോൾ ഇന്ന് ഇവിടെ നടക്കുന്നത് ഞാൻ നോക്കിയ സമയത്ത് ഹോളണ്ടും ഹോങ്കോങ്ങുമായിട്ടുള്ള ടീമുകൾ തമ്മിലുള്ള ഒരു മത്സരമാണ് ഇപ്പോൾ കേട്ടോ ഇവിടെ നടക്കുന്നത്. ഹോക്കീൻ്റെ ഡച്ചിൻ്റെ ഇവിടെ ബാക്കി ഇത് മെയിൻ്റനൻസ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് വാഹനത്തിൻ്റെ പാർക്കിങ്ങിന്. ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നമ്മൾ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ അതിൻ്റെ പാർക്കിങ്ങുകളായിരിക്കും കേട്ടോ. പാർക്കിംഗ് സെൻറ്റർ ആവാനാണ് സാധ്യത. 140 വർഷം ആയി ഈ ക്ലബ്ബ് വന്നിട്ട്, നമ്മളെ ഈ സ്റ്റേഡിയവും ഈ സൗകര്യവും വന്നിട്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് അന്ന് അവർ സെറ്റ് ചെയ്തതാണ്. ഇപ്പം 140 വർഷം കഴിഞ്ഞു. 140 എന്ന് പറഞ്ഞാൽ 1800 സംതിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ തുടക്കകാലങ്ങളിൽ തന്നെ ഉണ്ടായിരുന്ന സംഗതികളാണ്. ഇതാ മത്സരങ്ങൾ നടക്കുന്നത്. ഇതൊരു കറക്റ്റായിട്ട് നടക്കുന്ന ഒരു മത്സരം ഇന്ന് അവിടെ ടീമുകൾ തമ്മിലുള്ള മത്സരങ്ങളാണ്. ബാക്കി ഇതാ ട്രെയിനിങ്ങിന് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഈ ഗാർഡൻ്റെ ഭാഗങ്ങളിൽ അടിയിലൊക്കെ നമുക്ക് പാർക്കിംഗ് ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അതാ എന്തൊക്കെയോ കച്ചറൊക്കെ കൂടുന്നുണ്ട്. എന്തിനാ അമ്പയറോട് ചൂടാവുന്നതാ. അമ്പയറോട് എന്തോ പറയുന്നു, വലിയ പ്രശ്നമാക്കുന്നുണ്ട്. അതാ പ്രശ്നമാക്കിയ ഓൻ തല്ലാനുള്ള പരിപാടിയിലാണെന്ന് തോന്നുന്നു. അമ്പയർ പിന്നെ പുറത്താക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നീ ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിലും നീ ഇങ്ങനെ ചൂടായി കളിക്കാൻ പാടില്ല. അമ്പയറോട് തൊട്ട് കളിച്ചാൽ മോനെ എന്നെ പുറത്താക്കും. വാണിംഗ് ആണ്. റെഡ് കാർഡ് കൊടുക്കാം അമ്പയറെ കൊടുക്ക് റെഡ് കാർഡ് കൊടുക്കുവാന്. നല്ലോണം പറയും. വടിയൊക്കെ മാറ്റി ചെയ്യും, നല്ലോണം സംസാരിക്കുക. അപ്പോൾ നമ്മൾ റെഡിയാണ്. തൊള്ളിട്ട് ഞങ്ങൾ എടുത്ത് പുറത്തിടും മക്കളെ. തൊപ്പിയൊക്കെ എടുത്തിട്ട് കളിച്ചാലുണ്ടല്ലോ റെഡ് തരും. അപ്പോൾ ഇതിൻ്റെ സ്റ്റേഡിയത്തിനോടനുബന്ധിച്ചിട്ടുള്ള വ്യൂ കണ്ടെങ്കിൽ ബിൽഡിങ് കാര്യങ്ങളൊക്കെ വ്യൂ ഒക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പം നമ്മൾ ഇതേപോലത്തെ ഒരു ഹൈറ്റുള്ള സ്ഥലത്ത് നമ്മൾ ഒരു ദിവസം പോയിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ എപ്പിസോഡിൽ പോയി കാണുക. അതിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള വ്യൂ കേട്ടോ. പക്ഷേ രാത്രി കാഴ്ചകളാണ് ഞാൻ കാണിച്ചത്. അത് ഭയങ്കര ഭംഗിയാണ് ഈ ലൈറ്റിങ്ങിലും കാര്യങ്ങളിലും. ഇത് നമ്മളെ ഹോഴ്സ് റേസിങ്ങിനായിട്ട് ബന്ധപ്പെട്ട ജോക്കി ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട ഫുൾ സെറ്റപ്പ് വിത്ത് ഹോട്ടൽ എല്ലാം ചേർന്നതാട്ടോ. ഇത് ഒരുപാട് ഏരിയ ഉണ്ട്. നമ്മൾ ഈ കാണുന്ന പോലെയല്ല. നമ്മൾ തൊട്ടടുത്തേക്ക് എത്തി നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഏരിയാസൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. ഹോഴ്സ് റൈഡിങ്ങിൻ്റെ സമയത്ത് നമ്മൾ 1800 പറഞ്ഞില്ല, അവിടുന്ന് 2200 ഏരിയ കേട്ടോ. അത് 2200 ഏരിയ. ഇതിൻ്റെ ലാസ്റ്റ് കണ്ടങ്ങൾ 2400. അവിടെ കണ്ടില്ല 2400. അത് കഴിഞ്ഞാൽ പിന്നെ 1000. അവിടുന്ന് അങ്ങോട്ട് 1000 ആണ് ഉള്ളത്. ആ 1000 നിന്നാണ് ഇങ്ങനെ റൗണ്ട് അടിച്ച് 2400 വരെ വരുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ആകെ സ്റ്റേഡിയത്തിലേക്ക് നമുക്ക് കടക്കാനുള്ള എൻട്രൻസ് എങ്ങനെയാണെന്ന് അറിയാം നിങ്ങൾക്ക്. ഈ കാണുന്നതാട്ടോ എൻട്രൻസ്. ഈ സ്റ്റെപ്പിൽ കൂടി ആൾക്കാർ നടന്ന് വരിക, അല്ലാതെ ഇവിടേക്ക് ഈ രീതിയിൽ കാർ വരാനില്ല. കാറ് വരുന്ന ഏരിയ അതിൽ കൂടി വന്നിട്ട് നേരെ അവിടെ തന്നെ പാർക്കിങ്. നമ്മളെ ഈ ഗ്രൗണ്ടിനോ അതിൻ്റെ വ്യൂവേഴ്സിനൊന്നും ഒരു ഡിസ്റ്റേബ് ഇല്ലാത്ത രീതിയിലാണ് വാഹനത്തിൻ്റെ സെറ്റപ്പ് അണ്ടർഗ്രൗണ്ട് കൂടെ ചെയ്തു വെച്ചത്. ഹോങ്കോങ്ങിലെ ക്രിക്കറ്റ് ക്ലബിൻ്റെ സ്ഥലമാട്ടോ. അവിടെ ക്രിക്കറ്റിൻ്റെ ട്രെയിനിങ് എന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ബോൾ എറിഞ്ഞിട്ടുള്ള എന്തോ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങോട്ട് പോയിട്ടില്ല. അന്ന് വേറെ കളികളായിട്ടൊന്നുമില്ല. അമേരിക്കയിലെ ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയർ പോലെ ഇവിടെ ഹോങ്കോങ്ങിലൊരു ടൈംസ് സ്ക്വയർ ഉണ്ട് കേട്ടോ. 1994 ഓപ്പൺ ആയതാണ്. ഈ ടൈംസ് സ്ക്വയർ എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ആർട്ട് ഗാലറികളും കാര്യങ്ങളും പബ്ലിക്കായിട്ടുള്ള രീതികളും വേൾഡിലെ കുറേ ഇതേപോലത്തെ ആർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ പല ആൾക്കാരും സ്പെഷ്യലായിട്ട് വരച്ച പല അർത്ഥങ്ങളുള്ള ഒരുപാട് സംഗതികളാണ് ഇതുള്ളത്. വരയ്ക്കുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും വരച്ചു കഴിഞ്ഞാൽ. അത് അത്രയും ഫേമസ് ഉള്ളതാണ് വരിക.
ഇതിപ്പം എനിക്ക് മനസ്സിലായ ഒരു സാധനം മാത്രമേ ഞാൻ പറയാം. ഇതിപ്പോൾ ദാ ഔട്ട്സ്റ്റാൻഡിങ് എൻട്രീസ്, ഇതിനെ പറ്റിയിട്ടുള്ള ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞിട്ട് വരച്ചു വെച്ചതാണ്. അതായത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്തായി ജീവിക്കണം, എന്താകണം എന്നുള്ളതിൻ്റെ ഒരു കോൺസെപ്റ്റാണ് ഈ മേലെ കാണിക്കുന്ന 4 ആൾക്കാരിലേക്ക് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ മേലെ കാണുന്നത് അതിൻ്റെ കറുത്ത കൈകൾ. നമ്മൾ ഇതേപോലെ നമുക്ക് പല ചുറ്റുപാടിൽ നിന്നും പലതും വരും, പക്ഷേ കുട്ടി അത് ശ്രദ്ധിച്ചാൽ കുട്ടിക്ക് അതിലേക്ക് മാറാൻ പറ്റുന്നുള്ള. ഇതേപോലെ ഓരോ ആർട്ടും ഇവിടെ പല പ്രത്യേകതയുള്ള, വേൾഡിലെ പ്രത്യേകതയുള്ള കേട്ടോ. അപ്പോൾ ഇത് വലിയൊരു ബിൽഡിംഗ് ആണ് ഹോങ്കോങ്ങിൻ്റെ ടൈം സ്ക്വയർ കേട്ടോ. ഇതാണ് കേട്ടോ ടൈം സ്ക്വയർ. ഈ ബിൽഡിംഗ് ആണ് ടൈം സ്ക്വയർ. ബോർഡ് കണ്ടോ നിങ്ങളവിടെ, ടൈം സ്ക്വയർ. അപ്പോൾ അതിൻ്റെ മുന്നിലെ സ്ക്രീനാണിത്. ഈ സ്ക്രീന് കണ്ടങ്ങൾ ശരിക്കുള്ള ഷേപ്പിൽ നല്ല കറക്റ്റ് ടൈമിങ് സെറ്റ്. അതിൻ്റെ മുന്നിൽ ഇതുള്ളത് വാട്ടർഫോൾസിൻ്റെ അത് ഫുള്ള് ഒരു എന്താ പറയുക, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ബിൽഡിങ്ങിനുള്ളത്. അപ്പം ഇവിടെ നമ്മൾ അതേപോലെ നമുക്ക് ഇൻ്റർനാഷണലായിട്ട് നമുക്ക് പല ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് നടത്താൻ പറ്റും. അപ്പോൾ അതിൻ്റെ സ്പോട്ടിൻ്റെ പേര് പറയുമ്പം ഹോങ്കോങ് ടൈം സ്ക്വയർ എന്ന് പറയുമ്പം അതിനുള്ള വാല്യൂ ഉണ്ടാവും ഇൻ്റർനാഷണലി. അതാണ് അതിൻ്റെ പ്രത്യേകത ടൈം സ്ക്വയർ. അപ്പം ഹോങ്കോങ്ങിൻ്റെ ഇത്ര വിശദമായ ഇത്തരം വിശേഷങ്ങളും ഇത്തരം കാര്യങ്ങളും നിങ്ങൾ ഇത് മുൻപ് കണ്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡ് വരും വരെ ബായ്.